വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ ബംഗാൾ മുർഷിദാബാദ് ജില്ലയിൽ സംഘർഷം. 2 പേർ കൊല്ലപ്പെട്ടു. സംഘർഷത്തിൽ ഇതുവരെ 118 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ്. നിയമം ബംഗാളിൽ നടപ്പിലാക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി. ആർ അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഗുഡ് ഈവനിങ് അഗെയിൻ. ഇവിടെ നിലപാട് മാറ്റമില്ല എന്ന് മമതാ ബാനർജി പറയുന്നു. അത് സംഘർഷത്തിലേക്ക് നയിക്കുന്നു. 2 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങൾ. കൃഷ്ണ, വഖഫ് ഭേദഗതി നിയമത്തിനെതിരായി ഇന്നലെയാണ് ഒരു പ്രതിഷേധം മുർഷിദാബാദിൽ ഉണ്ടാവുന്നത്. ഈ പ്രതിഷേധം ഒരു സംഘർഷത്തിലേക്ക് ചെന്ന് കലാശിക്കുകയായിരുന്നു. ഇതുവരെ 118 പേരെയാണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു അച്ഛനും മകനുമാണ് കൊല്ലപ്പെട്ടത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിരവധി ഈ വസ്തുക്കളെല്ലാം അഗ്നിക്കിരയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഈ മേഖലയിൽ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മുർഷിദാബാദ് ജില്ലയിൽ നിലവിൽ ഇപ്പോൾ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ മമതാ ബാനർജി ഈ നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ നിയമം താൻ ജീവിച്ചിരിക്കുമ്പോൾ സംസ്ഥാനം നടപ്പാക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സഹോദരങ്ങൾ ഈ സംഘർഷങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളിലേക്കും ചെന്ന് ചാടരുത് എന്ന തരത്തിലാണ് മമതാ ബാനർജി ഇതിനു മുൻപ് ആഹ്വാനം ചെയ്തത്. ഇന്ന് വീണ്ടും അത് ആവർത്തിക്കുകയാണ്. നിയമം ബംഗാളിൽ നടപ്പിലാക്കില്ല എന്നാണ് ഇപ്പോൾ മമതാ ബാനർജി ആവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച് പോലീസ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ.